അയ്യർ ഇൻ അറേബ്യ എന്ന് പറഞ്ഞുള്ള മൂവി കണ്ടിറങ്ങിയിരിക്കുകയാണ്. എം.എ. നിഷാദ് ഡയറക്ടർ, റൈറ്റർ എം.എ. നിഷാദ്. കാസ്റ്റ് മുകേഷ്, ഷൈൻ ടോം ചാക്കോ, ഉർവശി, ദുർഗാകൃഷ്ണ, ധ്യാൻ ശ്രീനിവാസൻ, പിന്നെ നമ്മുടെ ജാഫർ ഇടുക്കി, അലൻസിയർ, ഒരു ലോഡ് ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ അയ്യർ ഇൻ അറേബ്യ. അയ്യർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുകേഷ് ഏട്ടനാണ് അയ്യറായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ശ്രീനിവാസ് അയ്യർ അല്ലെ, ശ്രീനിവാസ് അയ്യർ. ഉർവശി ചേച്ചി വൈഫായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ദ പോസിറ്റീവ് ഇൻ ദിസ് മൂവി ഈ രണ്ടുപേരും ഞാൻ ആദ്യം പറയുന്നു. മുകേഷ് ഏട്ടനും ഉർവശി ചേച്ചി അവരുടെ പെർഫോമൻസ്, അതായത് അവർക്ക് എന്താണോ കിട്ടിയത് നല്ല അടിപൊളിയായിട്ട്, അവരുടെ കോംബോ അടിപൊളിയായിട്ട്. അല്ലാതെ ഈ സിനിമ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക, 10 കൊല്ലം മുന്നേ ഇറങ്ങേണ്ട പടം, അല്ലെങ്കിൽ 5 കൊല്ലം മുന്നേ ഇറങ്ങേണ്ട പടം. അതെ, പടം മോശം എന്നല്ല പറയണേ, ഒരു 10 കൊല്ലോ 5 കൊല്ലോ ബാക്കിലേക്ക് ഇറക്കാമായിരുന്ന ഒരു കഥ, അതിന്റെ സന്ദർഭം, അത്ര തന്നെ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഇല്ല അതിനകത്ത്. ഷൈൻ ടോം ചാക്കോ എന്തോ അല്ല, ഷൈൻ ടോം ചാക്കോ എന്തോ എനിക്ക് അത്രേ പറയാനുള്ളൂ. കൂടുതൽ ഷൈൻ ടോം ചാക്കോന്റെ ഈ ക്യാരക്ടർ ഇതിൽ എനിക്കൊന്നും പറയാനില്ല. ദുർഗാകൃഷ്ണ എനിക്കൊന്ന് കുറെ കാലത്തിന് ശേഷം അല്ലേ, ആണ് കുറച്ചു കാലത്തിന് ശേഷമാണ് സ്ക്രീനിൽ, ബട്ട് ഡീസന്റ് അല്ലേ, ഡീസന്റ് ആണ്. ധ്യാൻ ശ്രീനിവാസൻ എന്റെ പൊന്നളിയ, അതും എന്തോ. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘികളെ കളിയാക്കി, സുഡാപ്പികളെ കളിയാക്കി, ലാസ്റ്റ് മൊത്തത്തിൽ സിനിമ മൊത്തം ഒരു കളിയാക്കൽ പോലെ എനിക്ക് ഫീലായി. ഞങ്ങളെ കളിയാക്കി ഞങ്ങളെ കളിയാക്കി, അതാണ് എനിക്ക് തോന്നിയത്. അതായത് ഫസ്റ്റ് ഹാഫിൽ പിന്നെയും എവിടേക്കോ ആരൊക്കെയോ തിയേറ്ററിൽ ചിരിക്കുന്നുണ്ടായിരുന്നു. സീരിയസ് ആയിട്ട് ഫസ്റ്റ് ഹാഫില് കുറച്ച് ചിരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫണ്ണായിട്ട് ഇങ്ങനെ ഒരു ബിൽഡപ്പ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫില്. സെക്കൻഡ് ഹാഫ് ആയപ്പോ അതെ, സെക്കൻഡ് ഹാഫ് ലൈക്ക് എങ്ങനെയാന്ന് ഡ്രാഗ് ചെയ്തിട്ട് എവിടുന്ന് എങ്ങോട്ട് കൊണ്ടുപോകണം. ക്ലൈമാക്സ് ഒക്കെ കാണുമ്പോ ക്ലൈമാക്സ് മ്യൂസിക് ഒക്കെ വെച്ചിട്ട് ഞാൻ എന്തോ കാര്യമായിട്ട് നടക്കാൻ പോണ പോലെയാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. അല്ല, അത് ഇത് പടം എന്താന്ന് വെച്ച് കഴിഞ്ഞാ തുടങ്ങുന്നത് ഒരു ലൈന് വെച്ചിട്ടാണ്. അതായത് ഈ സംഘികൾ സംസ്കാരം, അതായത് സംഘികൾ മീൻസ് അതെന്നെ കൊട്ട്. ഞാൻ ഈ സിനിമയുടെ റിവ്യൂ ഷോ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കുറെ CPM-ന്റെ ആൾക്കാർക്ക് കണ്ടതൊക്കെ ഉണ്ടായിരുന്നു. മണിയേശനും മറ്റേ VN വാസവൻ, പിന്നെ നമ്മുടെ പാർട്ടി സെക്രട്ടറി ഒക്കെ കയറി കണ്ട് അപ്പോഴേ എനിക്കൊന്നും ഞാൻ വിചാരിച്ചത് എന്താ ഇവരൊക്കെ കയറി കാണുന്ന ഇങ്ങനെ ഫസ്റ്റ് ദിവസം തന്നെ കയറി കണ്ട പ്രിവ്യൂ ഷോ കണ്ടെന്നൊക്കെ വിചാരിച്ച് ഞാൻ അങ്ങനെ നിന്ന്. ഇപ്പൊ എനിക്ക് സംഗതി മനസ്സിലായി. സംഗതി അതായത് ആ ഒരു ഫസ്റ്റ് ഹാഫ് മൊത്തം കളിക്കുന്നത് ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി സാധനങ്ങളാണ് അല്ലേ, യഥാർത്ഥത്തിൽ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി സാധനങ്ങളാണ്. അല്ല, അതന്നെയാണ് ഫസ്റ്റ് ഹാഫ് മൊത്തം അങ്ങനെയാണ് പോണേ. അതായത് ആ ഒരു അച്ഛൻ മകൻ സാധനമാണ് ഇതിൽ വർക്കൗട്ട് ചെയ്യാൻ നോക്കിയത്. വെരി അൺഫോർച്ചുനേറ്റ്ലി ധ്യാൻ ശ്രീനിവാസനും മുകേഷ് ഏട്ടനും തമ്മിൽ ഒരു തരത്തിലുള്ള കെമിസ്ട്രി ഇല്ല. അവർ രണ്ടാളും ഫ്രണ്ട്സ് ആക്കി വെച്ചിരുന്നെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. സാധാരണ ഒന്നുമില്ലാത്തൊരു പടത്തിനകത്ത് അച്ഛൻ മകൻ റിലേഷൻ, അവർ അഭിനയിച്ചവർ തമ്മിലുള്ള ഒരു കോംബോ വർക്കൗട്ട് ആവും. ഇതിനകത്ത് അതില്ല, മെയിൻ ത്രെഡ് അതാണ്, അതില്ല, അത് വർക്കൗട്ട് ആയില്ല. പക്ഷെ ഉർവശി ചേച്ചി നമ്മുടെ മുകേഷും തമ്മിലുള്ള സാധനം അത് നല്ല. ഉർവശി ചേച്ചിന്റെ അഭിനയം കാണുമ്പോൾ സത്യത്തിൽ അഭിനയിക്കാന്നേ മനസ്സിലാവണില്ല. അതെ, അവര് വളരെ ക്ലീൻ ആയിട്ട് പോകുന്നുണ്ട്. അവരുടെ കുറെ ഒരു ലിഫ്റ്റിനകത്തുള്ള ഒരു സീനൊക്കെ ഉണ്ട്, ആ കുട്ടികളെ പഠിപ്പിച്ചത്. അതൊക്കെ ഉർവശി ചേച്ചിക്ക് മാത്രമേ ഇപ്പൊ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനത്തെ സാധനങ്ങൾ. അല്ലാത്ത പക്ഷെ ഈ പടത്തിനകത്ത് സെക്കൻഡ് ഹാഫ് ഒക്കെ സത്യം പറഞ്ഞാണ്ടല്ലോ, ഞാൻ ഇതിനെ പിന്നെ ഒരു പാട്ട്, ആ ലാസ്റ്റിലൊരു പാട്ടില്ലേ, അതിനെന്തോ എവിടെ ഒരു പൊട്ടും പൊടിയൊക്കെ ഒരു ഇഷ്ടമായിക്ക്. അല്ലടാ, ആ ഒരു അറബിക് ടച്ച് വന്നൊരു സാധനം വന്നില്ലേ, അല്ല ആ പാട്ടിനൊരു ചെവിക്ക്. അതിന്റെ തുടക്കത്തിലൊക്കെ എന്തോന്ന് തിരുവനന്തപുരം എന്നാണ് ഒരു പാട്ടൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചത് എന്തത് തിരുവനന്തപുരം, ഞാൻ എന്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും തിരുവനന്തപുരം തുടങ്ങി അത് അറബിയെ പോയി നിക്കണ്. പക്ഷെ ഇത് തമ്മിലുള്ള ബന്ധം എനിക്ക് മനസ്സിലാവും. കാരണം തുടക്കത്തിൽ തന്നെ കുറെ പേര് തിരുവനന്തപുരം ഭാഷ പറയുന്നുണ്ട്. ഇതിലൊക്കെ തിരുവനന്തപുരം സ്ലാങ്ങിൽ അങ്ങനെ ആയിരിക്കും.
അതവിടെ കഴിഞ്ഞു. പാട്ടും കൂടി കേട്ടപ്പോ പാട്ടിനെ കേട്ടപ്പോ തന്നെ അത് ആ തിരുവനന്തപുരം അവിടെ തീർന്നു. എന്താണെങ്കിലും പിന്നെ അല്ല ഏറ്റവും ഇടയ്ക്കിടയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്, മറ്റേ കോമഡി മ്യൂസിക്. അത് കോമഡി ആക്കാൻ വേണ്ടി ചെയ്യിപ്പിച്ചതെന്ന് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. നമ്മള് അത് കോമഡി സിറ്റുവേഷൻ ആണ്, നമ്മൾ ഇത് കണ്ട് ചിരിക്കാനുള്ള രീതിയിലാണ് കുറെ കോമഡി. ഞാൻ ആകെ കോമഡിയിൽ ചിരിച്ചത് ഒന്ന് ഉർവശി ചേച്ചിന്റെ ആ ലിഫ്റ്റിലെ സാധനം, രണ്ടാമത് മറ്റേ നമ്മളാ സെക്യൂരിറ്റി മൂപ്പര് വേറെന്താ ഉല്ലാസ് ഉള്ള ഒന്ന് രണ്ട് സീന്, അത് കുറച്ച് എന്താ പറയാ മൂപ്പര് സ്ഥിരം സാധനമാണ്. പക്ഷെ സ്ഥിരം സാധനമാണെങ്കിൽ അത് ആ ഡാൻസ് സാധനം അങ്ങേറെ സംഗതി, അല്ലാതെ ഒന്നും ഇല്ലടേ. എന്താണെങ്കിലും കൊറേ ഞാൻ പറഞ്ഞല്ലോ തിയേറ്ററിൽ ചുമ്മാ കയറി നിങ്ങക്ക് ഈ ആഴ്ച ഇറങ്ങിയ സിനിമ എന്ന് പറഞ്ഞ് കയറി കാണാം. That's all for the today's movie review. കൂടുതലൊന്നും പറയുന്നില്ല, കൂടുതലൊക്കെ വേറെ ആരെങ്കിലും ഒക്കെ പറഞ്ഞോട്ടെ. That's it.